ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു വിങ്സ് അക്കാഡമി. അപ്പം നമ്മൾ 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് പഠിക്കാൻ പോണേ. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. പക്ഷേ അതിൽ എക്സാമിന് വരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയ ചോദ്യങ്ങളുണ്ട്. നമുക്ക് അതൊന്നുകൂടി ഒന്ന് എന്ത് ചെയ്യാം, പഠിക്കാം കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ. ഒരു 8 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 8 ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ചാപ്റ്ററിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ശ്രദ്ധിച്ചിരിക്കണേടാ. ഓക്കെ, ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചിരുന്നോളേ. For each of the length below, calculate the area of equilateral triangle with that as the length of the sides. അല്ലെ, എന്താ കണ്ടുപിടിക്കാനുള്ള? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കണം. എന്താ, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം അറിയേണ്ടത് എന്താ, ഏരിയ കാണുന്ന ഇക്വേഷൻ അറിയണം. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ അറിയണം. അറിയോ? നിങ്ങൾക്ക് എന്താണെന്ന് അറിയോ? ഞാൻ എഴുതാം, നോക്കി. ഏരിയ of equilateral triangle is equal to എന്താ, ശ്രദ്ധിച്ചിരുന്നോളെ, √3/4a². എന്താടാ, √3/4a². ഇമ്പോർട്ടന്റ് ആണ്. ഇത് അറിഞ്ഞില്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റൂല കേട്ടോ. ഇത് അറിഞ്ഞില്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റൂല. അപ്പോ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിലെ ഏരിയ കാണുന്ന ഇക്വേഷൻ ആണ് √3/4a². അപ്പോ ഇനി നമുക്ക് നോക്കാം. ഇവിടെ ലെങ്ത് ഓഫ് ദി സൈഡ്സ് അല്ലെ, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? അതിന്റെ 3 സൈഡ്സും അതേപോലെ തന്നെ 3 ആംഗിൾസും ഈക്വൽ ആണ്. എന്തൊക്കെയാണ്? 3 സൈഡ്സും അതേപോലെ തന്നെ 3 ആംഗിൾസും ഈക്വൽ ആണ്. അപ്പോ ഇവിടെ സൈഡ് കൊടുത്തിട്ടുണ്ട് അല്ലെ. അതിനു മുമ്പ് ഒന്ന് നോക്കിയാ, എന്താണ് ഈ എ അല്ലെ? ഒരു ഇക്വേഷനിൽ ഒരു എ കാണുന്നുണ്ടാവും അല്ലെ. എന്താണ് എ? എന്ന് വെച്ച് കഴിഞ്ഞാല് ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ്സിനെയാണ് എന്ത് പറയാ, എ എന്ന് ഡിനോട്ട് ചെയ്യുക അല്ലെ. ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? എ. സൈഡ്സിനെയാണ് എ എന്ന് ഡിനോട്ട് ചെയ്യുക. അപ്പോ നോക്കാം. അപ്പോ സൈഡ് ആദ്യത്തേല് 10 സെന്റിമീറ്റർ ആണ് അല്ലെ. ആദ്യത്തേല് 10 സെന്റിമീറ്റർ ആണ്. ഒരു സൈഡ് 10 സെന്റിമീറ്റർ നടത്തുന്നതാണ്. അതിന്റെ 3 സൈഡും അല്ലെങ്കിൽ ബാക്കിയുള്ള 2 സൈഡും എത്ര സെന്റിമീറ്റർ തന്നെയാണ്? 10 സെന്റിമീറ്റർ ആണ് അല്ലെ. ഇതിനാണ് എന്ത് പറയാ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയാ. അപ്പൊ നമുക്ക് നോക്കാം, ഏരിയ കണ്ടോക്കാം കേട്ടോ. ആദ്യം സൈഡ് 10 സെന്റിമീറ്റർ എടുക്കണേ. ആദ്യത്തെ 10 സെന്റിമീറ്റർ ശ്രദ്ധിച്ചിരിക്കണേടാ, ശ്രദ്ധിച്ചിരിക്കണേ. അപ്പോ ഇക്വേഷൻ എഴുതുന്നത് ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈസ് ഇക്വൽ ടു എന്താ, √3/4a². √3/4a². ഇതില് എ എന്ന് പറയുന്നത് എത്രയാ? 10 സെന്റിമീറ്റർ. എത്രയാണ്? 10 അല്ലെ. അപ്പൊ ഞാൻ അവിടെ എഴുതേ √3/4 അല്ലെ. ഇവിടെ a² എന്നാണ്. അപ്പൊ 10ന് എന്ത് ചെയ്യണം? സ്ക്വയർ കൊടുക്കണം. 10 എന്ത് ചെയ്യണം? സ്ക്വയർ കൊടുക്കണം. നോക്കാം, √3/4. അടുത്ത സ്റ്റെപ്പ്, 10ന്റെ സ്ക്വയർ എത്രയാണ് അല്ലെ. എന്താ 10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 × 10 എത്രയാ? 100 അല്ലെ. 100. ഇനി ഒന്ന് നോക്കി, ഇനി നോക്കിയടാ. ഇനി ഈ 100നെ 4 നമ്മൾ ഈ 100നെ ചെറുതാക്കാൻ പോകും അല്ലെ. അപ്പൊ ഞാൻ ഈ 4 വെട്ടി. 100ല് എത്ര 4 ഉണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ഉണ്ട്? 25 അല്ലെ. അപ്പോ √3 × 25. √3 × 25. ഇനി എന്തെങ്കിലും ഇവിടെ അറിയോടാ? √3 × 25. അയ്യോ, എന്തോ അറിയാലോ, √3ന്റെ വാല്യൂ അറിയാം അല്ലെ. എത്രയാണ് √3ന്റെ വാല്യൂ? എത്രയാണ് മക്കളെ? എല്ലാവർക്കും അറിയാം, നമ്മൾ പഠിച്ച 1.732 × 25. ഇത് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ആരാ ഏരിയ കിട്ടും? ഇക്വിലാറ്ററൽ ട്രയാങ്കിളിലെ ഏരിയ കിട്ടും. നമുക്ക് ഒരെണ്ണം മൾട്ടിപ്പിൾ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ നോക്കിയാൽ അറിയാം, പോയിന്റ് ഉണ്ട് ശരിയല്ലേ. 1.732 എന്നാണ് അല്ലെ. 1.732 പോയിന്റ് എടുക്കട്ടെ. എങ്ങനെ പോയിന്റ് ഇട്ട് മൾട്ടിപ്പിൾ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ആദ്യം പോയിന്റ് കൂട്ടാണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ, ഞാൻ പോയിന്റ് കൂട്ടല്ല, പോയിന്റ് കൂട്ടാണ്ട് ചെയ്യുന്നത് 1732 × 25. ഞാൻ പോയിന്റ് കൂട്ടല്ല, പോയിന്റ് കൂട്ടാണ്ട് ഞാൻ മൾട്ടിപ്പിൾ ചെയ്യണം. ശ്രദ്ധിച്ചിരിക്കണേ, ഞാനൊരു സൈഡ് ചെയ്യാം കേട്ടോ. നോക്കിയടാ, ശ്രദ്ധിച്ചിരിക്കുക. മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ തെറ്റരുത്. 5 × 2 എത്രയാ? 10. 10ൽ 1 അല്ലെ. 5 × 3 15. 15 + 1 എത്രയാ? 16. 1. 7 × 5 എത്രയാ? 35. 35 + 1 36 അല്ലെ. 36. ഇനി നോക്കി, 5 + 1. 5 + 1 എത്രയാ? സോറി, 5 × 1
5. 5 പ്ലസ് 3 എത്രയാ? 8. സംശയമില്ലല്ലോടാ അല്ലെ? ഇനി എന്ത് ചെയ്യാ നോക്ക, 2 ഇൻറ്റു 2, 2 ഇൻറ്റു 2 എത്രയാണ്? 4 അല്ലെ? 2 ഇൻറ്റു 3 6, 7 ഇൻറ്റു 2 14, 1 14 1 അല്ലെ? 2 ഇൻറ്റു 1 2, 2 പ്ലസ് 1 3. ഇനി ആഡ് ചെയ്യാം 0 0 1 12 പ്ലസ് 13 12 പ്ലസ് 30 അല്ലെ? നമുക്കിപ്പോ ഇനി അതെല്ലാം മൾട്ടിപ്പിൾ ചെയ്ത് നമ്മൾ ആൻസർ എഴുതിയിട്ട് മൾട്ടിപ്പിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയാ പോയിന്റ് ഇടാം? അടുത്ത എങ്ങനെ എന്താ ഇനി പോയിന്റ് ഇടണ്ടേ? മൾട്ടിപ്പിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ പോയിന്റ് കൂട്ടാണ്ടാണ് മൾട്ടിപ്പിൾ ചെയ്ത്. അപ്പോ നമുക്ക് നോക്കാം എങ്ങനെ പോയിന്റ് ഇടാന്നുള്ള നോക്കാം. ഇവിടെ നോക്കിയതാ, ഇവിടെ എത്ര സ്ഥാനം നീങ്ങി പോയിന്റ് എടുക്കണം? 1 2 3 അല്ലെ? എത്ര സ്ഥാനം? 3 സ്ഥാനം നീങ്ങിയാണ് പോയിന്റ് എടുക്കുന്നത്. അപ്പോ നമുക്കിവിടെ പോയിന്റ് ഇടുമ്പോ എത്ര സ്ഥാനം നീക്കി പോയിന്റ് ഇടണം? 3 സ്ഥാനം നീക്കി പോയിന്റ് ഇടണം. അപ്പോ 1 2 3 അല്ലെ? നമ്മുടെ ആൻസർ എന്ത് വരപ്പാ? 43.300. മനസ്സിലായാടാ? ഇങ്ങനെയാണ് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക. അപ്പൊ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? ഇക്വേഷൻ അറിഞ്ഞാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇക്വേഷൻ അറിഞ്ഞില്ല ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോ ഇനി അടുത്തൊരു ബി ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, ശ്രദ്ധിച്ചു നോക്കിയേ. ഇവിടെ എങ്ങനെ ചെയ്യാ? 5 സെന്റിമീറ്റർ ആണ് അല്ലെ? ബി ക്വസ്റ്റ്യൻ എന്താണ്? 5 സെന്റിമീറ്റർ. എന്താ? a is equal to 5 സെന്റിമീറ്റർ. എന്താ ഇക്വേഷൻ? √3/4 a സ്ക്വയർ. അപ്പൊ എങ്ങനെ എഴുതാ? √3/4 ഇൻറ്റു എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 5 സെന്റിമീറ്റർ. കേട്ടോ? അപ്പൊ ഇതെല്ലാവരും ഒന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്യണം കേട്ടോ. കേട്ടോ? ചെയ്ത് നോക്കണേ, കിട്ടണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അപ്പോ അടുത്ത ചോദ്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ശ്രദ്ധിച്ചിരുന്നോളെ. കാൽക്കുലേറ്റ് ദി ഹൈറ്റ് ആൻഡ് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ വിത്ത് സൈഡ്സ് 8 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ അല്ലെ? ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ? എത്രയാ? 8 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ അല്ലെ? 3 സൈഡും കൊടുത്തിട്ടുണ്ട് അല്ലെ? ഇനി എന്താ? കാൽക്കുലേറ്റ് ദി ഹൈറ്റ് ആൻഡ് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ അല്ലെ? ഹൈറ്റ് എന്ന് പറയുന്നത് ഇതല്ലേ മക്കളെ? ഹൈറ്റ് എന്ന് പറയുന്ന ട്രയാങ്കിൾ ഹൈറ്റ് എന്ന് പറയാല്ലേ? അപ്പോ നമുക്ക് ആദ്യം ഹൈറ്റ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഹൈറ്റ് നോക്കാം. എങ്ങനെ ഹൈറ്റ് കണ്ടുപിടിക്കാം? നോക്കി, ഇവിടെ ഹൈറ്റ് എന്ന് പറയുമ്പോ ഇവിടെ എന്തായി? 2 റൈറ്റ് ട്രയാങ്കിൾ ആയി അല്ലെ? റൈറ്റ് ട്രയാങ്കിളിലാ 2 സൈഡ്സ് തന്നിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ സൈഡ് ഏത് തിയറം വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം? പൈതഗോറസ് തിയറം വഴി മൂന്നാമത്തെ സൈഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? അപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ നേരെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്തേക്കണം. അപ്പൊ ഇവിടെ 4 വരും, ഇവിടെ 4 വരും. 4 4 എന്തായി? 8 ആയില്ലേ? ഇനി പൈതഗോറസ് തിയറം വഴി ഏത് സൈഡ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഹൈറ്റ് ഏതാ? ഓൾട്ടിറ്റ്യൂഡ് ആണ് അല്ലെ? അപ്പൊ നമുക്കറിയാം ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? ബേസ് സ്ക്വയർ പ്ലസ് ഹൈപ്പോന്യൂസ് സ്ക്വയർ, അല്ലെങ്കിൽ ഹൈപ്പോന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. നമുക്കിപ്പോ എഴുതി നോക്കി. എ സ്ക്വയർ ഈസ് ഇക്വൽ ടു ഹൈപ്പോന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. സംശയം ഉണ്ടാടാ? ഇല്ലല്ലോ. ഇനി എ സ്ക്വയർ ഈസ് ഇക്വൽ ടു ഹൈപ്പോന്യൂസ് എന്ന് പറഞ്ഞാല് 6 സെന്റിമീറ്റർ 6 സ്ക്വയർ മൈനസ് എന്താ? 4ന്റെ സ്ക്വയർ അല്ലെ? എത്രയാ? 4ന്റെ സ്ക്വയർ എത്രയാണ്? 4ന്റെ സ്ക്വയർ ഈസ് ഇക്വൽ ടു എ സ്ക്വയർ ഈസ് ഇക്വൽ ടു 6ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 മൈനസ് 16. എത്രയാ? 36 മൈനസ് 16. അപ്പൊ എന്താവും? എ സ്ക്വയർ ഈസ് ഇക്വൽ ടു എത്ര? 0 2 അല്ലെ? എത്ര കിട്ടി? 20 കിട്ടി. അപ്പോ അങ്ങനെയാണെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് എന്തായിരിക്കും? എത്രയായിരിക്കും മക്കളെ? എത്രയുണ്ടാ? എത്ര? ഈ സ്ക്വയർ ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? റൂട്ട് ആവും. √20. എന്താ? √20. ഈ √20 നമുക്കൊന്ന് സ്പ്ലിറ്റ് എഴുതിയാലോ അല്ലെ? എങ്ങനെയാ? √20 ഞാൻ എഴുതണുണ്ടോ കേട്ടോ. എന്തൊക്കെ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് √20 കിട്ടാ? എന്ത് കിട്ടാ? 4 5 അല്ലെ? അപ്പൊ ഞാൻ എഴുതണം √4 ഇൻറ്റു 5. √4 ഇൻറ്റു 5. അങ്ങനെയാണെങ്കിൽ ഇത് റൂട്ടിന്റെ ഉള്ളിൽ കിടക്കുന്ന 4നും 5നും ആര് കോമണാ? ആര് ബാധകമാണ്? റൂട്ടാണ് അല്ലെ? അപ്പൊ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. ശ്രദ്ധിച്ചിരിക്കുക. സ്പ്ലിറ്റ് ചെയ്യുമ്പോ √4 ഇൻറ്റു √5. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താ വരാ? √4 ഇൻറ്റു √5 അല്ലെ? അതില് ഒരു കാര്യം നമുക്കറിയാം. എന്താ? √4 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? √4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 അല്ലെ? 2 ഇൻറ്റു √5 എങ്ങനെ എഴുതാപ്പോ? 2√5 ആണ് ആ ഒരു ട്രയാങ്കിളിന്റെ എന്തെന്ന് പറയണത്? ഹൈറ്റ് എന്ന് പറയണത് അല്ലെ? അപ്പൊ ഹൈറ്റ് കിട്ടി അല്ലെ? ഹൈറ്റ് കിട്ടി അല്ലെ? ഇനി എന്ത് കണ്ടുപിടിക്കാം നമുക്ക്? എന്ത് കണ്ടുപിടിക്കടാ? ട്രയാങ്കിളിന്റെ എന്ത് കണ്ടുപിടിക്കാം? എന്ത് കണ്ടുപിടിക്കാം നോക്കിയേ. അടുത്ത കണ്ടുപിടിക്കണം എന്താ? ഏരിയ. ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ ആണ് എന്താണ്? ½ ഇൻറ്റു BH അല്ലെങ്കിൽ ½ BH
അല്ലെ. ഇനി നോക്കിയടാ, ഈ ഒരു ഹാഫ് ഇൻറ്റു ബി എന്ന് പറഞ്ഞ ബേസ് ആണ്. ബേസ് എത്രയാ മക്കളെ? ബേസ് എത്രയാ? 8 അല്ലെ. 8 ഇൻറ്റു എത്രയാണ് നോക്കി, ഹൈറ്റ് 2√5. ഹൈറ്റ് എത്രയാ? 2√5. ഇനി ഒന്ന് നോക്കിയടാ, അതായത് ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു അല്ലെ, ഇവിടെ നോക്കി 2 ഇൻറ്റു √5 അല്ലെ. ഇതിനെങ്ങനെ എഴുതാം? 2 ഇൻറ്റു √5 ഈസിക്കൽ ടു ദേ ഈ 2നെയും ഞാൻ ദേ വെട്ടിക്കളയാണ്. അപ്പൊ എന്താവും? 8√5 ആണ് ട്രയാങ്കിളിന്റെ എന്ത്? ഏരിയ. മനസ്സിലായാടാ? അപ്പോ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? ഹൈറ്റ് കണ്ടുപിടിച്ച്. ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിച്ച്? പൈതഗോറസ് തിയറം വഴി നമ്മൾ എന്ത് കണ്ടുപിടിച്ച്? ട്രയാങ്കിളിന്റെ ഹൈറ്റ് കണ്ടുപിടിച്ച്. അതിനുശേഷം നമ്മൾ എന്ത് കണ്ടുപിടിച്ച്? ഏരിയ കണ്ടുപിടിച്ച് അല്ലെ. ട്രയാങ്കിളിന്റെ ഏരിയ ഇക്വേഷൻ ആണ് എന്താണ്? ഹാഫ് ബി എച്ച് അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ബി എന്ന് പറഞ്ഞാൽ ബേസ്, എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് അല്ലെ. ബുദ്ധിമുട്ടില്ലല്ലോടാ അല്ലെ. ഇനി അപ്പോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ശ്രദ്ധിച്ചിരിക്കുക, ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഞാൻ വായിക്കാം. ദി പ്രൊഡക്റ്റ് ഓഫ് സം ഓഫ് ദി പെയർസ് ഓഫ് നമ്പേഴ്സ് ബിലോ ആർ ദി നാച്ചുറൽ നമ്പേഴ്സ് ഓർ ഫ്രാക്ഷൻ, ഫൈൻഡ് ദോസ് പെയർസ്. അതായത് ഇത് തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ, പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രൊഡക്റ്റ് മൾട്ടിപ്പിൾ ചെയ്ത് കിട്ടുന്ന ആൻസറിന് എന്താ പറയാ? പ്രൊഡക്റ്റ് എന്ന് പറയാം അല്ലെ. അപ്പോ രണ്ട് നമ്പേഴ്സ് കൂട്ടി കിട്ടുന്ന ആൻസറിന് എന്താ പറയാ? സം എന്ന് പറയും അല്ലെ. അപ്പൊ ഗുണിച്ച് കിട്ടുന്ന അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചെയ്ത് കിട്ടുന്നതിന് എന്താ പറയാ? പ്രൊഡക്റ്റ് എന്ന് പറയും. അപ്പോ ആദ്യം ഇവിടെ √3 ഇൻറ്റു √12 അല്ലെ. ഇതെന്താണെന്ന് പ്രൂവ് ചെയ്യണം? നാച്ചുറൽ നമ്പേഴ്സ് ആണോ കിട്ടുന്നതിന്, ഇത് പ്രൊഡക്റ്റ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ആണോ കിട്ടുന്നതിന് നമുക്കൊന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ ഇത് രണ്ട് സ്പ്ലിറ്റ് ആയി കിടക്കുകയാണ് അല്ലെ. √3 ഇൻറ്റു √12 ഇതിന് ഞാൻ ഒറ്റ റൂട്ടിന്റെ ഉള്ളിലാക്കണം. ഒറ്റ റൂട്ടിന്റെ ഉള്ളിൽ, അതായത് √3 ഇൻറ്റു 12. അപ്പോ നോക്കാം, √3 ഇൻറ്റു 12 എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? 3 ഇൻറ്റു 2 6, 3 ഇൻറ്റു 1 3. അപ്പൊ എന്തായി? 36. √36 എവിടെയോ കണ്ടിട്ടുണ്ട് അല്ലെ. എന്താ √36 എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ആണ് അല്ലെ. 6 എന്ന് പറയുന്നത് എന്താണ്? എന്ത് നമ്പറാ? ഒരു നാച്ചുറൽ നമ്പർ ആണ് അല്ലെ. അപ്പോ ഇതേപോലെ എന്ത് ചെയ്യണം? നിങ്ങൾ രണ്ട് ക്വസ്റ്റ്യനും ചെയ്തു നോക്കണം അല്ലെ. സ്പ്ലിറ്റ് ആയാണ് കിടക്കുന്നത്. അതായത് √3 ഇൻറ്റു √1.2 അല്ലെ. 1.2 ഇതിനെന്താക്കണം? ഒറ്റ റൂട്ടിന്റെ ഉള്ളിലിട്ട് മൾട്ടിപ്പിൾ ചെയ്യണം. അതായത് √3 ഇൻറ്റു 1.2 അല്ലെ. √3 ഇൻറ്റു 1.2. ഇനി എന്തെങ്ങനെ ചെയ്യാ? ഇനി 12 ഇൻറ്റു 3 എത്ര? 3 2 6 3 അല്ലെ. പോയിന്റ് ഇടണം, ഒരു സ്ഥലം നീക്കി പോയിന്റ് ഇട്ട്. അപ്പൊ √3.6 ഇതൊരു നാച്ചുറൽ നമ്പർ ആണോ? അല്ലേ? അപ്പൊ പറയാൻ പറ്റുമോ? ഇല്ലല്ല. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം കേട്ടോ. ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാട്ടോ. ശ്രദ്ധിച്ചിരിക്കണേ മക്കളെ. ഇനി ഞാൻ പറയാം. ദി ഫിഗർ ഷോസ് 2 സ്ക്വയേഴ്സ് വിത്ത് 2 കോർണേഴ്സ് ജോയിൻഡ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, രണ്ട് സ്ക്വയർ ഉണ്ട്. രണ്ട് സ്ക്വയറിന്റെ കോർണേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്താ? കോർണേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോ ഫൈൻഡ് ദി ലെങ്ത് ഓഫ് സ്ലാന്റഡ് ലൈൻ. ഇതാണ്. എന്താണ് സ്ലാന്റഡ് ലൈൻ? ഒന്ന് ആലോചിച്ച് നോക്കി. സ്ലാന്റഡ് ലൈൻ എന്ന് വെച്ചാൽ ചെരിഞ്ഞിട്ടുള്ള വര അല്ലെ. ഇതിനെന്താ പറയാ? സ്ലാന്റഡ് ലൈൻ എന്ന് പറയാം. ഓക്കെ, അപ്പോ ഇതിന്റെ സ്ലാന്റഡ് ലൈൻ എന്ത് കണ്ടുപിടിക്കണം? ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് നോക്കാം സ്ലാന്റഡ് ലൈൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാം. അപ്പോ ഇതൊരു സ്ക്വയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ക്വയറിന്റെ ആദ്യത്തെ സ്ക്വയർ എടുക്കണം. ഈ ഒറ്റ സ്ക്വയർ ആണ് ഞാൻ ആദ്യം എടുക്കാൻ പോണത്. അപ്പോ അതിന്റെ സ്ക്വയറിന്റെ ഒരു സൈഡ് കൊടുത്തിട്ടുണ്ട്. സ്ക്വയറിന്റെ പ്രത്യേകത എന്താ? 4 ആംഗിൾസും 4 സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഒരു സൈഡ് അപ്പൊ 3 സെന്റിമീറ്റർ ആണെങ്കിൽ ബാക്കിയുള്ള 3 സൈഡ് എന്തായിരിക്കും? 3 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും അല്ലെ. അപ്പോ രണ്ട് നോക്കിയടാ, ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ മക്കളെ? ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? ശരിയല്ലേ? അപ്പൊ റൈറ്റ് ട്രയാങ്കിളിലാ രണ്ട് സൈഡ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ സൈഡ് എങ്ങനെ കണ്ടുപിടിക്കാം? ഏത് തിയറാണ്? ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞോളൂ. എങ്ങനെയാ? പൈതഗോറസ് തിയറം അല്ലെ. അപ്പോ പൈതഗോറസ് തിയറത്തിൽ നമുക്കറിയാം ഇത് 3 സെന്റിമീറ്റർ ആണ്. അപ്പോ അതായത് ഓൾട്ടിറ്റ്യൂഡ് ബേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി എന്താ കണ്ടുപിടിക്കേണ്ട? ഹൈപ്പോന്യൂസ് അല്ലെ. അപ്പോ ഹൈപ്പോന്യൂസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമുക്കറിയാം. h സ്ക്വയർ ഈസ് ഇക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. h സ്ക്വയർ ഈസ് ഇക്വൽ ടു ബേസ് സ്ക്വയർ എന്ന് പറഞ്ഞ മക്കൾ എത്രയാ? ബേസ് എത്രയാ? 3. 3ന്റെ സ്ക്വയർ പ്ലസ് ഇവിടെ എത്രയാ? 3ന്റെ സ്ക്വയർ. സംശയം ഉണ്ടാടാ? ഇല്ലല്ല, ബുദ്ധിമുട്ടില്ലല്ല. അപ്പോ h സ്ക്വയർ ഈസ് ഇക്വൽ ടു 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 പ്ലസ് 9. അപ്പൊ h സ്ക്വയർ ഈസ് ഇക്വൽ ടു 18. അപ്പൊ h ഈസ് ഇക്വൽ എന്തായി? √18. ഈ √18 നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റൂ.
ഒന്നാലോചിച്ച് നോക്കി. √18 എങ്ങനെ എഴുതാം? √18 എങ്ങനെ എഴുതാം? ഒന്നാലോചിച്ച് നോക്കി. എന്തൊക്കെ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് √18 കിട്ടുക? ഒന്നാലോചിച്ച് നോക്കി. എന്താ? 9 അല്ലെ? 9 വരും. എങ്ങനെയാ? 9ന്റെ ടേബിളിൽ 18 വരുന്നുണ്ട്. എന്തൊക്കെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോ? 9 ഇൻറ്റു റൂട്ട് 9 ഇൻറ്റു 2. റൂട്ട് 9 ഇൻറ്റു 2. അപ്പോ √9 ഇൻറ്റു √2. √9 ഇൻറ്റു √2. √9 എന്ന് പറഞ്ഞാൽ അറിയോ? എത്രയാണെന്ന് അറിയാം? 3 ആണെന്ന് അറിയാം അല്ലെ? അപ്പൊ 3√2. അപ്പോ ആദ്യത്തെ സ്ക്വയറിന്റെ സ്ലാൻഡർ ലൈൻ എന്ന് പറയുന്നത് ലെങ്ത് എത്രയാ? 3√2. ഇനി നമുക്ക് എന്താ ചെറുതിനെ ഒന്ന് കണ്ടുപിടിച്ചാലോ? ചെറിയതിനെ ഒന്ന് കണ്ടുപിടിച്ചാലോ? ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. ചെറുതിന്റെ വേഗം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? ഇതേപോലെ തന്നെ ഒരു സൈഡ് 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ സൈഡ് എന്തായിരിക്കും? 2 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്ലാൻഡർ ലൈൻ കണ്ടുപിടിച്ചാൽ പോരെ? എങ്ങനെ കണ്ടുപിടിക്കുക? ഏത് തിയറം? പൈതഗോറസ് തിയറം വഴി തന്നെ. എന്ത് സൈഡ്? ഏത് സൈഡാ? ഹൈപ്പോന്യൂസ് ആണ് അല്ലെ? ഇക്വേഷൻ എന്താ? h സ്ക്വയർ ഈസ് ഇക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോ h സ്ക്വയർ ഈസ് ഇക്വൽ ടു ബേസ് എത്ര മക്കളെ? ബേസ് 2 സെന്റിമീറ്റർ അല്ലെ? 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. അപ്പോ h സ്ക്വയർ ഈസ് ഇക്വൽ ടു 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? 4 പ്ലസ് വീണ്ടും 2 സ്ക്വയർ 4. അപ്പൊ h സ്ക്വയർ ഈസ് ഇക്വൽ ടു 4 പ്ലസ് 4 8. 4 പ്ലസ് 4 എത്ര മക്കളെ? 8. സംശയം ഉണ്ടാടാ? ഇല്ലല്ല, ഉറപ്പല്ലേ? ഇനി ഒന്ന് നോക്കാം. h സ്ക്വയർ h ഈസ് ഇക്വൽ ടു √8. h ഈസ് ഇക്വൽ ടു √8 അല്ലെ? ഇനി എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കിയേ. √8. ഇനി ഈ √8 സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. അപ്പൊ എങ്ങനെ എഴുതാം? എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കി. എങ്ങനെ എഴുതാം? എന്തൊക്കെ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് 8 കിട്ടുക? 4 ഇൻറ്റു 2 അല്ലെ? √4 ഇൻറ്റു 2. ഇതിനെങ്ങനെ എഴുതാ? √4 ഇൻറ്റു √2 ഇസ് ഇക്വൽ ടു √4 എന്ന് പറഞ്ഞാൽ എത്രയാ? 2 ഇൻറ്റു √2. അപ്പോ 2√2. അപ്പൊ 2ന്റെയും എന്ത് കിട്ടി? സ്ലാൻഡർ ലൈൻ്റെ ലെങ്ത് കിട്ടി അല്ലെ? 2ന്റെയും അതായത് വലിയ സ്ക്വയറിന്റെയും ചെറിയ സ്ക്വയറിന്റെയും സ്ലാൻഡർ ലൈൻ്റെ ലെങ്ത് കണ്ടുപിടിച്ച് അല്ലെ? ഇനി അത് തമ്മിൽ ആഡ് ചെയ്യേണ്ട എത്രയാണെന്നല്ലേ ചോദിച്ചേക്കണ അല്ലെ? ഫൈൻഡ് ദി ലെങ്ത് ഓഫ് സ്ലാൻഡർ ലൈൻ. മൊത്തത്തിലുള്ള സ്ലാൻഡർ ലൈൻ്റെ ലെങ്ത്. അപ്പൊ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം അല്ലെ? എന്തൊക്കെയാ ആഡ് ചെയ്യേണ്ടത്? ആദ്യത്തെ സ്ക്വയറിന്റെ അല്ലെ? അപ്പോ ആദ്യത്തെ ഒന്ന് നോക്കിയടാ. എന്താ? 3√2 ശരിയല്ലേ? 3√2. രണ്ടാമത്തെ 2√2 നോക്ക. ഇനി ഒന്ന് പറഞ്ഞേ, ഇവിടെ എന്തൊക്കെ ആദ്യം? ഒരു 3 ഉണ്ട്, ഒരു 2 ഉണ്ട് അല്ലെ? എത്രയാ? 3 + 2 5. 5√2 കിട്ടിയില്ലേ? ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. ഒരു ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ്, ആരും പഠിക്കാണ്ടിരിക്കരുത്. ഓക്കെ, അപ്പോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ശ്രദ്ധിച്ചിരിക്കണേ, അടുത്ത കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ്, ശ്രദ്ധിച്ചിരിക്കുക. ദി ഫിഗർ ഷോസ് 2 സ്ക്വയേഴ്സ് വിത്ത് 2 കോർണേഴ്സ് ജോയിൻഡ്. അതായത് ഈ ഒരു ഫിഗറിൽ 2 സ്ക്വയേഴ്സ് കാണാൻ പറ്റണ്ടല്ലേ മക്കൾക്ക് അല്ലെ? ഇതിന്റെ ഒരെണ്ണത്തിനാണ് സ്ക്വയർ 27 സ്ക്വയർ സെന്റിമീറ്റർ, ചെറുതിന്റെ 12 സ്ക്വയർ സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് ബോട്ടം സൈഡ് ഓഫ് ദി ഫിഗർ. ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം? ബോട്ടം സൈഡിലെ ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പോ ഈ 27 ഞാൻ എന്താണ്? √27. എങ്ങനെ എഴുതാം? √27. ഇത് നമുക്ക് എഴുതാൻ അറിയാം. എങ്ങനെയാ? എങ്ങനെ എഴുതാം? √27 സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം അല്ലെ? എന്തൊക്കെ തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ 27 കിട്ടുക? ഒന്ന് ആലോചിച്ച് നോക്കി. 9 ഇൻറ്റു 3 അല്ലെ? ശരിയല്ലേ? 9 ഇൻറ്റു 3. 9ന്റെ ടേബിളിൽ ആരുണ്ട്? 27 അപ്പൊ ഞാൻ എഴുതണേ നോക്കി. √9 ഇൻറ്റു 3. ഇനി സ്പ്ലിറ്റ് ചെയ്താ √9 ഇൻറ്റു √3. √9 എന്ന് പറഞ്ഞാൽ എത്രയാ മക്കളെ? എത്രയാ? 3 ഇൻറ്റു √3, അതായത് 3√3. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ എഴുതാൻ പറ്റൂലേ? ഇതിന്റെ എഴുതാൻ പറ്റൂലേടാ? ഇതിന്റെ എങ്ങനെ എഴുതാം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. √12. √12 എങ്ങനെ എഴുതാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. √12 എങ്ങനെ എഴുതാൻ പറ്റും? √4 അല്ലേ? √4 അല്ലേ? ശരിയല്ലേ? √4 എങ്ങനെ? √4 ഇൻറ്റു 3. √4 ഇൻറ്റു 3 എത്രയാ? 12 അല്ലെ? അപ്പോ √4 ഇൻറ്റു √3 ഇസ് ഇക്വൽ ടു √4 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു √3. 2 ഇൻറ്റു √3 അല്ലെ? ഇസ് ഇക്വൽ ടു 2√3. ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? ബോട്ടം സൈഡിന് എന്ത് വേണം? എന്ത് വേണം? ലെങ്ത് വേണ്ടേ? ലെങ്ത് വേണ്ടേ? ലെങ്ത് എങ്ങനെയാ കണ്ടുപിടിക്കുക? എന്താ? ആഡ് ചെയ്യണം. എന്തൊക്കെ? 3√3 പ്ലസ് 2√3. അപ്പോ 3 2 വീണ്ടും കൂട്ടി എത്ര? 5√3. സംശയമില്ലല്ലോടാ അല്ലെ? ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമാണ്, എല്ലാവരും പഠിച്ചിരിക്കണം. ഓക്കെ,
ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകുമ്പോൾ ഏറ്റവും അവസാനത്തെ ചോദ്യമാണ് ഇത്. ഒരു 5 മാർക്കിന്റെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യം കേട്ടോ. 5 മാർക്കിന്റെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമാണ്. എല്ലാവരും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോ ഞാൻ പറയാ, ചോദ്യം വായിക്കുക, ശ്രദ്ധിച്ചിരുന്നോളാം. ഓക്കെ, we can make a rectangle using 4 equilateral triangle of the same size. അതായത് സെയിം സൈസിലുള്ള ഒരു നമ്മൾ എന്തുണ്ടാക്കണം, റെക്ടാംഗിൾ ഉണ്ടാക്കണം. എന്താ വെച്ചാൽ ഒരു ഇക്വിലാറ്ററൽ ട്രയാംഗിൾ വെച്ചാണ് നമ്മ റെക്ടാംഗിൾ ഇടണം. ബൈ കട്ടിങ് 2 of them along their height and rearrange this piece and the other 2 whole triangles. അപ്പോ ഇതില് നോക്കി, ഈ 2 ട്രയാങ്കിള് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഈ മഞ്ഞ അല്ലെ, മഞ്ഞ കളറിലുള്ള ട്രയാങ്കിൾ സ്പ്ലിറ്റ് ചെയ്ത് ഇവിടെ 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 ആയിട്ട് വെച്ചിട്ടുണ്ട്, ശരിയല്ലേ? അപ്പോ ബാക്കിയുള്ള ഒരു വച്ച അല്ലെ, ഈ പച്ചക്കിനെ വെച്ചിട്ടുണ്ട്, ഇവിടെ വെച്ചിട്ടുണ്ട്. അത് വെച്ച് എന്താ ഉണ്ടാക്കിക്കണം, റെക്ടാംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ. ഇനി നോക്കുക, ഇഫ് ദി സൈഡ്സ് ഓഫ് ഓൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആർ 2 സെന്റിമീറ്റർ. ഇതിനകത്തുള്ള എല്ലാ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ്സ് എന്താ, 2 സെന്റിമീറ്റർ ആണ് അല്ലെ. ഇനി വാട്ട് ഈസ് ദി പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് റെക്ടാംഗിൾ. അങ്ങനെയാണെങ്കിൽ പെരിമീറ്ററും ഏരിയയും കണ്ടുപിടിക്കണം. എന്താ, പെരിമീറ്ററും ഏരിയയും കണ്ടുപിടിക്കണം. അപ്പോ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം മക്കളെ, എന്ത് ചെയ്യാ, പെരിമീറ്റർ കണ്ടുപിടിക്കാം അല്ലെ. പെരിമീറ്റർ നമുക്ക് നോക്കാം, എങ്ങനെയാന്ന് നോക്കാം കേട്ടോ. അപ്പൊ ഞാനിതില് ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ മാത്രം കണ്ടാ സ്പ്ലിറ്റ് ചെയ്തേക്കണം. ഈ റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടോ, അതിന് മാത്രം ഞാൻ എടുക്കണേ. ഇതിന്റെ സൈഡ് 2 സെന്റിമീറ്റർ ആണെന്ന് അറിയാം, ഈ ഒരു ബേസ് 1 സെന്റിമീറ്റർ ആണെന്ന് അറിയാം അല്ലെ. മൊത്തത്തിൽ 2 ആണ് അല്ലെ, മൊത്തത്തിൽ 2 ആണ്. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താവും, 1 ആവും. അപ്പോ ഈ ഒരു ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞ കണ്ടുപിടിക്കാൻ നമുക്ക് അറിഞ്ഞൂടെ. റൈറ്റ് ട്രയാങ്കിളിന്റെ 2 സൈഡ്സ് അറിയെങ്കിൽ മൂന്നാമത്തെ സൈഡ് ഏത് തിയറം വഴി കണ്ടുപിടിക്കുക, പൈതഗോറസ് തിയറം വഴി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോ നമ്മൾ പൈതഗോറസ് തിയറം വഴി കണ്ടുപിടിക്കുമ്പോൾ ഏതൊക്കെ സൈഡ് കൊടുത്തിട്ടുണ്ട്, ഹൈപ്പോന്യൂസ് കൊടുത്തിട്ടുണ്ട്, 2 ആണെന്ന് കൊടുത്തിട്ടുണ്ട്, ബേസ് 1 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കൊടുക്കാത്തൊരു സൈഡ് എന്താണ്, ഓൾട്ടിറ്റ്യൂഡ് ആണ് അല്ലെ. അപ്പോ a സ്ക്വയർ ഈസ് ഇക്വൽ ടു h സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോ a സ്ക്വയർ ഈസ് ഇക്വൽ ടു, എച്ചിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാല് 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. അപ്പോ a സ്ക്വയർ ഈസ് ഇക്വൽ ടു 2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മക്കൾ എത്രയാ, 4 മൈനസ് 1 അല്ലെ, 1ന്റെ സ്ക്വയർ 1, a സ്ക്വയർ ഈസ് ഇക്വൽ ടു 3. അപ്പൊ a ഈസ് ഇക്വൽ എന്താ, √3 ആണ് a. സംശയം ഉണ്ടാടാ, ഓൾട്ടിറ്റ്യൂഡ് 3 കിട്ടി, √3 കിട്ടി അല്ലെ. ഓൾട്ടിറ്റ്യൂഡ് എത്ര കിട്ടി, √3 കിട്ടി. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോ ഇവിടെ ശ്രദ്ധിക്കാം, ഈ ഒരു ചെറിയ പീസ് ഇല്ലേ, ഈ ഒരു ചെറിയ പീസിനെ തിരിച്ചു വെക്കുകയാണ് അല്ലെ. അതായത് ഇവിടെയാണ് 90 ഡിഗ്രി. അപ്പൊ 90 ഡിഗ്രി ഓപ്പോസിറ്റ്, ഇവിടെ 90 ഡിഗ്രി ഓപ്പോസിറ്റ് 90 ഡിഗ്രി ഓപ്പോസിറ്റ് 2 സെന്റിമീറ്റർ. ഈ ഒരു ഭാഗം ഇത് ബേസാ, ഇതാണ് 1 സെന്റിമീറ്റർ. അങ്ങനെയാണ് ഇവിടെ എന്തായിരിക്കും, ഓൾട്ടിറ്റ്യൂഡ് എത്രയാണ്, √3. ഇവിടെ എന്ത് തന്നെയാണ്, √3. അങ്ങനെയാണ് ഇവിടെ എന്ത് തന്നെയാണ്, √3. ഈ ഒരു ട്രയാങ്കിളിലെ, ഈ ഒരു പച്ച ട്രയാങ്കിളിലെ ഞാൻ പറഞ്ഞു, ഈ ഒരു പച്ച ട്രയാങ്കിളിലെ സൈഡ്സ് എത്രയാണ്, എന്ത് ട്രയാങ്കിളാ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പൊ എന്ത് വരും, 2 സെന്റിമീറ്റർ. ബുദ്ധിമുട്ടുണ്ടോ, ഇല്ലല്ല. ഇനി പെരിമീറ്റർ കണ്ടുപിടിച്ചൂടെ, എങ്ങനെ പെരിമീറ്റർ കണ്ടുപിടിക്കുക, ഒരു റെക്ടാങ്കിളിലെ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കുക, ഇതെല്ലാം കൂടി എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക അല്ലെ. നമുക്ക് നോക്കാം, പെരിമീറ്റർ ഈസ് ഇക്വൽ ടു എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ആദ്യം നോക്കാം, ഇതെടുക്കണം, 2 പ്ലസ് √3 പ്ലസ് √3 പ്ലസ് 2 പ്ലസ് √3 പ്ലസ് √3. ഓക്കെ, ഇത് ആഡ് ചെയ്യുന്നതിന് എന്ത് കിട്ടും, പെരിമീറ്റർ കിട്ടും. അപ്പോ അതിനുശേഷം എന്തും കണ്ടുപിടിക്കാം, ഏരിയയും കണ്ടുപിടിക്കാം. ഇത് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ ഇതിന്റെ ആൻസർ ഇടണം. ഓക്കെ, അപ്പോ എല്ലാവർക്കും ഈ ഒരു ചാപ്റ്റർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോ നന്നായിട്ട് പഠിച്ചിരിക്കുക. ഇമ്പോർട്ടന്റ് ആയ ഈ 7 ക്വസ്റ്റ്യൻസും പഠിച്ചിരിക്കണം. ഓക്കെ, ആരും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, താങ്ക് യു.